ഇതൊക്കെ എന്താ മനുഷ്യ? സാധാരണ കാശ് കാണുമ്പോ ഓരോരുത്തരുടെ കണ്ണ് മഞ്ഞളിക്കാ പതിവ്. നിങ്ങൾ എന്താ ഇങ്ങനെയായി പോയേ? എടീ, ഒരു പാവം പിടിച്ച പെണ്ണിന്റെ കണ്ണീര് വീണ കാശായത്. ഇത് കണ്ട എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ അളിയനി കാശ് വേണ്ടേ? വേണ്ടടാ. താങ്ക് യു. ഇതിൽ നിന്നൊരു നയാ പൈസ എനിക്ക് വേണ്ട. ചേച്ചി പറഞ്ഞത് കേട്ടാ? ഇത്രയ്ക്ക് ഹരിചന്ദ്രനാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേ, ഈ കാശ് ഡോക്ടർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കാം. എന്താ, നിങ്ങളെ കൊണ്ട് അതിന് പറ്റുമോ? അങ്ങനെ എന്റെ മനസ്സ് ആഗ്രഹിച്ചാൽ തന്നെ അത് ചെയ്യാൻ നീ സമ്മതിക്കോ? നീയും ഇവനും കൂടി എന്നെ ഇതിനകത്ത് കുടുക്കിയിട്ടിരിക്കല്ലേ. ഈ കുഞ്ഞിനെ വളർത്താൻ പറ്റുമോ എന്ന് ഡോക്ടർ എന്നോട് ചോദിച്ചപ്പോൾ പണത്തിനോടുള്ള മോഹം കൊണ്ടല്ല ഞാനതിന് സമ്മതിച്ചത്. കുഞ്ഞുങ്ങളില്ലാത്ത നമുക്ക് അതൊരു വലിയ ആശ്വാസമാകുമെന്ന് വിചാരിച്ചിട്ടാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അനിയനും ചേച്ചി ഒരുപാടങ്ങ് സന്തോഷിക്കണ്ട. പ്രാക്ക് കിട്ടിയ കാശായത്. ഇതൊരിക്കലും ഉപകരിക്കില്ല. ചേച്ചി പറഞ്ഞത് സത്യ. ഇയാളൊരു മണഗുണാഞ്ചന. വെറുതെ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനി ഒരു 10 ലക്ഷം രൂപ കൂടി കിട്ടും. അപ്പൊ 20 ലക്ഷം രൂപ. ദൈവമേ ചേച്ചി, എനിക്കൊരു സംശയം. എന്താടാ? നമ്മൾ ചോദിച്ചത് ഇത്തിരി കുറഞ്ഞു പോയോ എന്ന് ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നമുക്ക് കുറച്ച് പൈസ കൂടെ ചോദിക്കായിരുന്നു അല്ലേ? ഇനി ഒരു 10-15 ലക്ഷം രൂപ ചോദിച്ചാലും ആ ഡോക്ടർ തരും. അപ്പൊ പിന്നെ എന്തിനാ ചേച്ചി നമ്മൾ ചോദിക്കാതിരിക്കുന്നത്? ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ചേച്ചിയും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്റെ അച്ഛൻ ഒരു വര വരച്ചാൽ ആ വരയ്ക്ക് അപ്പുറത്തേക്ക് ഞാൻ കടന്നിട്ടില്ല. അദ്ദേഹം മരിക്കുന്നത് വരെ ഞാൻ അങ്ങനെയാ ജീവിച്ചത്. പെണ്ണെ ആണിനെ അനുസരിക്കണം. അല്ലാത്ത കുടുംബങ്ങളെല്ലാം നശിച്ചിട്ടേ ഉള്ളൂ. സർക്കിട്ട് കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ചോദ്യമോ പറച്ചിലോ എന്താന്ന് വെച്ചാ ആയിക്കോ. എവിടായിരുന്നു? അഴകത്ത് വരെ ഒന്ന് പോയി. ഇന്ന് ഞങ്ങൾക്കവിടെ വിരുന്നായിരുന്നു. സഹദേവട്ടനോടല്ല, ഞാൻ എൻ്റെ ഭാര്യയോടാ ചോദിച്ചത്. ഇവരുടെ കൂടെ ഞാനും അഴകത്തേക്ക് പോയി അല്ലേ? ആരോട് ചോദിച്ചിട്ടാ നീ പോയെന്ന്? കാർത്തികേ, നീ അവളെ വഴക്ക് പറയണ്ട. ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് അവൾ വന്നത്. സഹദേവേട്ടാ, നിങ്ങൾക്ക് എൻ്റെ ചേച്ചിയും കൊണ്ട് വിരുന്നിന് പോവാം. അത് നിങ്ങളുടെ കാര്യം. പക്ഷേ ഇവൾ എൻ്റെ ഭാര്യ. എനിക്കിഷ്ടമില്ലാത്ത ആൾക്കാരുടെ വീട്ടിലേക്ക് എൻ്റെ ഭാര്യ പോകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നിന്റെ സമ്മതം വാങ്ങിയിട്ടാവും അഭിരാമി കൂടെ വന്നതെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പോ നീ അറിയാതെയാണ് ഇവള് കൂടെ വന്നതല്ലേ? ഗീതേ, സഹദേവേട്ടൻ എന്തിനാ എന്നെ തടയാൻ നോക്കുന്നത്? ആനന്ദ് വിരുന്നിന് വിളിച്ചത് നമ്മളെ രണ്ടുപേരെ അല്ലേ? അഭിരാമി എന്തിനാ കൂടെ വന്നത്? ഓ, അപ്പൊ ആനന്ദ് വിളിച്ചിട്ട് പോയതാണ്. അപ്പൊ പിന്നെ എന്റെ പെർമിഷൻ വേണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ പോയി സംസാരിക്കേ. അല്ലാതെ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ രീതിയിലൊരു സംഭാഷണം വേണ്ട. അത് വളരെ മോശമാണ്. സഹദേവേട്ടാ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. എന്റെ ഭാര്യയോട് എവിടെ വെച്ച് സംസാരിക്കണമെന്നും എന്ത് സംസാരിക്കണമെന്നും ഞാൻ തീരുമാനിച്ചോളാം. പറയടി, ആരോട് ചോദിച്ചിട്ടാ നീ അഴകത്ത് പോയത്? പറയാൻ. നിന്റെ വിറപ്പിക്കൽ കണ്ടാലൊന്നും അവള് പേടിക്കില്ല. പോയ പോക്ക് കണ്ടോ? സദ്യ കഴിച്ചതുകൊണ്ടായിരിക്കും നല്ല ഉറക്കം വരുന്നു. ഇന്ന് മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അല്ലെങ്കിലും മനസ്സിന് സന്തോഷം ഉണ്ടാവുമ്പോ ഉറക്കം താനേ വരുമല്ലോ, അല്ലേ അമ്മേ? ഇപ്പൊ എനിക്ക് സന്തോഷമായി.
എന്താ നിന്റെ ഉദ്ദേശം? ഭർത്താവിൻ്റെ സ്ഥാനത്ത് എന്നെ കാണാൻ കഴിയില്ലെങ്കിൽ, എന്നെ അനുസരിച്ച് ജീവിക്കാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ അത് നീ തുറന്നു പറ. അഴകത്ത് പോയത് ഇത്ര വലിയ തെറ്റാണോ? അതിനാണോ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ ഇഷ്ടത്തിന് നീ എന്തൊക്കെയോ ചെയ്യുന്നു. അതിലൊന്നും എൻ്റെ അഭിപ്രായം ചോദിക്കുകയോ എന്നോടൊന്ന് ആലോചിക്കാനോ ഉള്ള മര്യാദ പോലും നീ കാണിക്കുന്നുണ്ടോ? കാർത്തിക് അറിയേണ്ട കാര്യങ്ങളൊക്കെ കാർത്തിക്കിനെ ഞാൻ അറിയിക്കാറുണ്ട്. അങ്ങനെ ഉറപ്പൊന്നും പറയല്ലേ. കാർത്തിക്കിന് എന്നെ സംശയോ? അതൊരു രോഗോ, ചികിത്സ തേടേണ്ട രോഗം. ഞാൻ നിന്നെ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ കാരണം ഉണ്ടാവും. ആനന്ദ് അഴകത്തുണ്ടെന്ന് കരുതിയിട്ടല്ല ഞാൻ അങ്ങോട്ട് പോയത്. വെറുതെ എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഒരാണും ഒരു പെണ്ണും തമ്മിൽ ഒരേ ഒരു റിലേഷനെ ഉള്ളൂ എന്നാണോ കാർത്തിക് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ കാർത്തിക്കിന്റെ ഭാര്യ. ഒരു ഭാര്യ എന്ന നിലയിൽ ഈ നിമിഷം വരെ ഞാൻ എന്റെ ഭർത്താവിനോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ഒരു സന്ദർഭം വന്നാ പിന്നെ ഈ അഭിരാമി ഒരിക്കലും കാർത്തിക്കിന്റെ മുമ്പിലേക്ക് വരില്ല. അമ്മയും ഗീതേച്ചിയൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ കാർത്തിക് എന്നെ ഒന്ന് വിശ്വസിക്ക്, മനസ്സിലാക്കാൻ ശ്രമിക്കേ. നീ എന്നോട് ഒരു കള്ളത്തരവും കാണിക്കാറില്ലേ? ഇല്ലാന്ന് നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടോ? ഉണ്ട്. എങ്കിൽ പിന്നെ 10 ലക്ഷം രൂപയ്ക്ക് നീ സ്വർണം പണയം വെച്ചതിന്റെ കാരണം എന്താണെന്ന് എന്നോട് പറ. ഇത്രയും പൈസയുടെ ആവശ്യം എന്തായിരുന്നു ഇവിടെ? അതോ നിന്റെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു? നിനക്ക് ഉത്തരം പറയാനില്ല അല്ലേ? അഭി, ആനന്ദുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കുറവുകൾ എനിക്കുണ്ടാവാം. ആ കുറവുകളൊക്കെ മാറ്റി നിർത്തി നീ ആലോചിച്ച് നോക്കിയാൽ നിനക്ക് മനസ്സിലാവുന്ന ഒരു സത്യമുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇപ്പോ ഓരോ ദിവസവും എൻ്റെ ഉള്ളിൽ നിന്നോടുള്ള സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുക. അധികം താമസിയാതെ അത് തീർത്തും ഇല്ലാതാവും. അതുവരെ നമുക്ക് ഈ ഒളിച്ചുകളി തുടരാം. May I come in, madam? Yes, come in. മാഡം, ഒരു ലെറ്റർ ഉണ്ട്. ഇതില് ഫ്രം അഡ്രസ്സും സീലും ഒന്നും ഇല്ലല്ലോ. ഇത് മാഡത്തിന് തരാൻ വേണ്ടി ആരോ ഏൽപ്പിച്ചിട്ട് പോയ കത്താ. ആര്? ആളെ അറിയില്ല. ഈ കത്ത് വാങ്ങിയതാരാ? സെക്യൂരിറ്റിയാ. അയാളെ ഇങ്ങോട്ട് വിളിക്കണോ മാഡം? വേണ്ട, ആദ്യം കത്തിൽ എന്താന്ന് നോക്കട്ടെ, എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം. ശരി മാഡം. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാൾ നിങ്ങളെ ഇപ്പോൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ നിങ്ങളുടെ ശത്രുവാണെന്ന കാര്യം ബാലാമണി തിരിച്ചറിയണം. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് അയാൾ നിങ്ങളിൽ നിന്നും തട്ടിയെടുത്തു കഴിഞ്ഞു. ഇതിലെന്തേലും എഴുത്. എന്താ പറഞ്ഞേ? ഈ വെള്ള പേപ്പറിൽ എന്തെങ്കിലും എഴുതാൻ. എന്തെഴുതാൻ? എന്തും വേണമെങ്കിൽ നീ ഒരു ആത്മഹത്യ കുറിപ്പ് തന്നെ എഴുതിക്കോ, പക്ഷേ എന്തേലും എഴുതണം. നീ ആളെ പൊട്ടം കളിപ്പിക്കാതെ ഒന്ന് പോയേ. പറയുന്നത് മര്യാദയ്ക്ക് അനുസരിച്ചോ, അതാ നിനക്ക് നല്ലത്. എഴുതാൻ പറഞ്ഞാൽ എഴുതണം. എഴുതടി, എഴുതാൻ. നല്ല മലയാളത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാചകം എഴുത്. എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ തുടങ്ങുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോ അറിയണം. കാര്യവും കാരണവും ഒക്കെ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എഴുത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെന്റൻസ് എഴുതണമല്ലേ? എഴുതാം, എഴുതിത്തരാം.
ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാചകം. നിന്റെ ഈ ആഗ്രഹം ഞാൻ നടത്തിത്തരാം. പക്ഷേ അത് ഈ ദിവസമായിരിക്കും, ഏപ്രിൽ 1-ന്. അന്ന് ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാമല്ലോ. നീ എന്നെ കൊണ്ട് ഈ പേപ്പറിൽ എഴുതിച്ചത് എന്തിനാ? എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒത്തു നോക്കാനാണോ? അതിനാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? നീയാണോ ആ കത്തയച്ചത്? ഏത് കത്ത്? നിനക്കൊന്നും അറിയില്ല അല്ലേ? വേണ്ട, നീ സമ്മതിക്കണ്ട. അത് അയച്ചത് നീ തന്നെയാണെന്ന് ഞാൻ തെളിയിച്ചോളാം. ഏത് കത്തിന്റെ കാര്യമാ നീ പറയുന്നേ? മിണ്ടിപ്പോവരുത് നീ. നിന്നെ, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? അത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാ മതി. എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? പരിചയമില്ലാത്ത നമ്പറിൽ നിന്നുള്ള കോളൊന്നും ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. എങ്കിലാ ഫോൺ എനിക്കിതാ. കോള് കട്ടായി. വീണ്ടും അതേ നമ്പറിൽ നിന്ന് തന്നെയാണോ വിളിക്കുന്നത്? കവിതയെ ശല്യപ്പെടുത്തുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമല്ലോ. ഇങ്ങത്താ, ഞാൻ നോക്കാം. എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാനേ എനിക്കറിയാം. എന്നാ അറ്റൻഡ് ചെയ്യ്. അത് അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോഴല്ലേ എന്തോ കള്ളത്തരം ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത്. ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്താൽ നിന്റെ പ്രശ്നം തീരുമല്ലോ. ശരി. ഹലോ. എന്നോട് സംസാരിക്കുമ്പോൾ ശബ്ദത്തിന് ഇത്ര കടുപ്പമൊന്നും വേണ്ട. ഓരോ ശല്യങ്ങൾ എത്തിക്കോളും. എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വ്രതം എടുക്കുന്ന ആൾക്കാർ. ഞാൻ ഇനി അങ്ങോട്ട് നിനക്കൊരു ശല്യം തന്നെയായിരിക്കും. നമുക്കെപ്പോൾ കാണാൻ പറ്റും അതറിയാനാ ഞാൻ വിളിച്ചത്. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അനന്തു ഹാപ്പിയാ. അല്ലെങ്കിലും ഞാൻ വന്നതോടെ അനന്തുവിന്റെ കഷ്ടകാലം കഴിഞ്ഞല്ലോ. കവിതയോടൊപ്പം മറ്റാരും ഉണ്ടല്ലേ? നമുക്ക് നാളെ ഒന്ന് കാണണം. കണ്ടേ പറ്റൂ. കവിത എന്നെ തിരക്കി വന്നില്ലെങ്കിൽ ഞാൻ അഴകത്തേക്ക് വരും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. നാളെ കാണാൻ പറ്റുമല്ലോ? അതിനെന്താ, ഷുവർ. അവൾ എന്തിനാ എന്റെ ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്തത്? ഏട്ടത്തെ എന്തോ എഴുതുമായിരുന്നല്ലോ. എന്താ അത്? കാണട്ടെ. ഒന്നുമില്ല. കള്ളം പറയരുത്. കാര്യമായിട്ട് ആലോചിച്ച് ഏട്ടത്തെ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നത് ഞാൻ കണ്ടതാ. അതെന്താന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, ഒന്നുമില്ലെന്നേ. അതിങ്ങി താ ഏട്ടത്തെ. എവിടെ 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 എവിടെ? തരണോ? തരാം. ദേ, ഇതെങ്ങനെ നേരത്തെ തന്നപ്പോ? ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ലാന്ന്. കണ്ടോ, വെള്ള പേപ്പറാ. ഒന്നുമില്ല, വെള്ള പേപ്പർ. പറ്റിക്കണ്ട കേട്ടോ. ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? അപ്പൊ പിന്നെ ഇതെന്താ? അരവിന്ദേട്ടാ, അങ്ങനെ നീയേ ബാലാമണിയെ പറ്റിക്കാൻ നോക്കണ്ട. അരവിന്ദേട്ടാ, അതിങ്ങ് താ അരവിന്ദേട്ടാ. പറ്റില്ല. ഇതെന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അരവിന്ദേട്ടാ, അതിങ്ങി തരൂ, ഞാൻ നോക്കിക്കോളാം. ഇവളിത് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു? ഞാൻ വായിക്കാം. ഇങ്ങി തരൂ. ഞാൻ വായിക്കാം. വായിക്കരുത് ബാലാമണി. മൈഥിലി, നീ ഒന്ന് അടങ്ങിക്ക്. ബാലാമണി വായിക്കട്ടെ. വേണ്ട. എനിക്കൊരു ആൺകുഞ്ഞ് തന്നെയായിരിക്കും ജനിക്കുക. എന്റെ മോനായതുകൊണ്ട് എല്ലാ കാര്യത്തിലും അവന് ഭയങ്കര ബുദ്ധിയായിരിക്കും. മിടുക്കനായിട്ടായിരിക്കും അവൻ വളരുന്നത്. എല്ലാ കൊച്ചുങ്ങളെയും പോലെ അവനെ മൂക്കളെ ഒലിപ്പിച്ച് നടക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അവനെ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ സ്കൂളിൽ തന്നെ ഞാൻ പഠിപ്പിക്കും. ഓരോ ദിവസവും അവന്റെ ടിഫിൻ ബോക്സിൽ നിറം വരാനായിട്ട് കുറച്ച് കുങ്കുമപ്പൂ കൂടി ഞാൻ കൊടുത്തു വിടും.
എല്ലാ ദിവസവും അവന്റെ ഹോംവർക്കുകൾ ഞാൻ ചെക്ക് ചെയ്യും. ഹോംവർക്ക് ചെയ്യാതിരുന്നാൽ ഞാൻ അവന് നല്ല ചുട്ട അടി വെച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ അവനെ പഠിപ്പിച്ച് ഒരു കളക്ടറാക്കും. കളക്ടറൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷനാണ്. ഞാൻ അവനെ എന്തെങ്കിലുമൊക്കെ ആക്കും. മൈഥിലി, നീ എന്റെ അടുത്തെങ്കിലും ഒന്ന് സത്യം പറ. നീ നോർമലാണോ? അരവിന്ദേട്ടാ, ഇത് വായിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കേട്ടില്ലല്ലോ. അതിങ്ങതാ. അതെ, ഞാൻ ഈ വീട്ടിലെ എല്ലാരെയും കാണിക്കും. നിന്നെല്ലാരും കളിയാക്കി കൊല്ലട്ടെ. അരവിന്ദേട്ടാ, ഓ വേണ്ട അരവിന്ദേട്ടാ, ഇതൊരമ്മയുടെ സ്വപ്നങ്ങളാ. അത് മറ്റാരും കാണാൻ പാടില്ല. വായിക്കുന്നവർക്കൊക്കെ ഇതൊരു പമ്പര വിട്ടിതമായി തോന്നുമായിരിക്കും. പക്ഷേ ഏട്ടത്തിക്ക് അങ്ങനെ ആയിരിക്കില്ല. എല്ലാ അമ്മമാർക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് കുറേയേറെ പ്രതീക്ഷകളുണ്ടാവും. ഞാനത് മനസ്സിലെഴുതിയപ്പോ ഏട്ടത്തി അത് പേപ്പറിൽ എഴുതി. ഇത് സൂക്ഷിച്ചു വെച്ചു ഏട്ടത്തി. ഏട്ടത്തിയുടെ മകൻ അക്ഷരം കൂട്ടി വായിക്കാൻ പ്രായമാകുമ്പോ നമുക്ക് അവനെ കൊണ്ട് ഇത് വായിപ്പിക്കാം. എന്നിട്ട് എവിടെയാ കത്ത്? ഞാൻ എടുത്തു തരാമേ. നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ഒരാൾ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ അയാൾ നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്തു കഴിഞ്ഞു. ഇത് വായിച്ചു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? ആരാ എന്നെ ചതിക്കുന്നത്? അങ്ങനൊരു ശത്രു എനിക്കുണ്ടോ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത് എന്താ ആ ശത്രു എന്നിൽ നിന്നും തട്ടിയെടുത്തത്? ഈ കത്ത് ആരാ നിന്റെ കയ്യിൽ കൊണ്ടു തന്നത്? നമ്മുടെ ഓഫീസിലെ പ്യൂൺ. അവനെ ഇത് ആരാ ഏൽപ്പിച്ചെന്ന് അവൻ ഓർമ്മയില്ലാന്ന്. എനിക്കെന്തോ ഇതൊരു വിചിത്രമായിട്ടുള്ള കാര്യമായിട്ടാ തോന്നുന്നത്. എന്നെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി കവിതയായിരിക്കും ഇത് അയച്ചതെന്നാ ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നീട് അവളല്ല അത് ചെയ്തതെന്ന് എനിക്ക് ബോധ്യമായി. കവിത അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യമുള്ള മറ്റാരാ ഉള്ളത്? എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ലമ്മേ. ഒന്നുമില്ല, ഇതാരും മനഃപൂർവ്വം ചെയ്യുന്നതാ. നിന്നെ വേദനിപ്പിക്കണമെന്ന് വച്ചിട്ട് തന്നെയാ ഈ കത്ത് അയച്ചിരിക്കുന്നത്. അതിന് നീ അമിത പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. ഇതാരാ അയച്ചതെന്നും എന്തായാളുടെ ഉദ്ദേശമെന്നും ഒക്കെ നമുക്ക് വഴിയെ കണ്ടെത്താം. ഞാൻ ഏതായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് ഓഫീസിലേക്കില്ലമ്മേ. ഇങ്ങനൊരു കത്ത് വന്നു വെച്ച് നീ എന്തിനാ ഓഫീസിൽ പോവാതിരിക്കുന്നേ? അയ്യോ, അതുകൊണ്ടൊന്നും അല്ലമ്മേ. കുറച്ചു ദിവസം ഞാൻ വീട്ടിൽ നിൽക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചതായിരുന്നു. മൈഥിലേട്ടത്തിയുടെ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? കുറച്ചു ദിവസം ഏട്ടത്തെ നോക്കി ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവാം. ശരി, എന്നാ നിന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്യേ. ശരി അമ്മേ. അതിലെഴുതിയിരിക്കുന്നത് മുഴുവൻ സത്യമാണ്. ഒപ്പം നിന്ന് നമ്മളെല്ലാവരും അവളെ ചതിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാ അവൾക്ക് ഏറ്റവും വിലപ്പെട്ടത് അവളുടെ കുഞ്ഞ്. അതിനെ അവൾക്ക് നഷ്ടപ്പെട്ടത്. കത്തിലെ വാചകങ്ങളൊക്കെ സത്യ. പക്ഷെ നിനക്കും അഭിരാമിക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങള് ഈ കത്തെഴുതിയ ആൾ എങ്ങനെ അറിഞ്ഞു? എനിക്ക് അതേക്കുറിച്ച് ഒരു രൂപവും കിട്ടുന്നില്ലേട്ടാ. ഈ കത്ത് കിട്ടിയപ്പോ ബാലാമണി എന്തു പറഞ്ഞു? അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അവളോട് വീണ്ടും വീണ്ടും കള്ളം പറയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല.
ഏതായാലും കുറേ ദിവസത്തേക്ക് ഓഫീസിലേക്ക് പോവണ്ടെന്ന് അവൾ തീരുമാനിച്ചല്ലോ. അതൊരാശ്വാസമായി. മൈഥിലിയുടെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ നിൽക്കുകയാണെന്ന് അവള് തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ. ഇനി കൂടുതൽ സൂക്ഷിക്കണം സുമംഗലെ. വിവരങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് വ്യക്തമായ തെളിവ് സഹിതം വരുന്ന ഒരു കത്ത്. അങ്ങനെ ഒരു കത്ത് വന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാ ഏട്ടൻ പറയുന്നത്? എല്ലാം ബാലാമണിയോട് പറയണോ? അരുത് സുമംഗലെ. കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നതുവരെ ഒന്നും അവൾ അറിയാൻ പാടില്ല. അതുവരെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ രഹസ്യം നമ്മൾ മൂടി വെക്കണം. നീ എന്താ സുമംഗലെ ആലോചിക്കണേ? ബാലാമണിയുടെ കാര്യങ്ങൾ ഇത്ര കൃത്യമായിട്ട് അറിയാവുന്ന ആ അപരിചിതൻ ആരായിരിക്കുമെന്ന്. ചിലപ്പോ അയാൾ ഈ അഴകത്ത് തന്നെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനെ പോലെ അയാൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെ നമ്മളെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആ ആള് ആരായിരിക്കും ഉണ്ണിയേട്ടാ? എനിക്കറിയില്ല സുമംഗലെ. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പാ, എന്റെ മോളുടെ ജീവിതത്തെ തകിടം മറിക്കുന്ന എന്തൊക്കെയോ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. എന്റെ ഗുരുവായൂരപ്പ, ഇനി ഒരു ദുരന്തത്തിലേക്ക് വലിച്ചെറിയാതെ എന്റെ മോളെ നീ കാത്തു രക്ഷിക്കണേ.